Okay, next we have discussed about power series. പവർ സീരീസിൽ നിങ്ങൾക്ക് അറിയാവുന്ന പവർ സീരീസുകൾ ഇപ്പോൾ 1/1 - x അല്ലെ 1/1 - x എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട 1/1 - x = 1 + x + x² + x³ + etc. + x⁻n + etc. mod x < 1 ഒരു പവർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ പവർ സീരീസിന്റെ ഡെഫിനിഷൻ x = x0 എന്നുള്ള ഫോമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സമ്മേഷൻ n = 0 to infinity an x - x0 all raised to n = a0 plus a1 into x minus x0 plus a2 into x minus x0 whole square plus etc. അതിൽ സെന്റർ x0 ആണ്, കോഎഫിഷ്യൻസ് ആണ് a0 a1 etc. a എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ സെന്റർ x0 എന്നുള്ളത് സെന്റർ 0 കൊടുക്കുകയാണെങ്കിൽ ആ പവർ സീരീസ് ആണ് ദിസ് വൺ. n = 0 to infinity an x raised to n = a0 plus a1x plus a2x² plus etc. plus an x raised to n. ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. 1/1 - x +1 പഠിക്കുന്നുണ്ട്. 1/1 - x = 1 + x + x² + x³ plus നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. 1 - x all raised to -1 = 1 + x all raised to -1 എന്താ വരിക? 1. ഇവിടെ പ്ലസ് ആൾട്ടർനേറ്റീവ് പ്ലസും മൈനസും വരും 1 + x all raised to -1 ആണെങ്കിൽ. ഇവിടെ 1 - x all raised to -1 ആണ്. അപ്പൊ എന്താ വരിക? 1 - x all raised to -1 എന്ന് പറയുമ്പോൾ 1 + x + x² + x³ + etc. നെക്സ്റ്റ് കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ് ഇമ്പോർട്ടന്റ് ആണ്. കൺവേർജൻസ് ഓഫ് എ പവർ സീരീസ്. ഈ കൺവേർജൻസ് ഓഫ് എ പവർ സീരീസിലെ ഫസ്റ്റ് വൺ ആണ് റേഷ്യോ ടെസ്റ്റ് ഫോർ ദ പവർ സീരീസ്. റേഷ്യോ ടെസ്റ്റ് എന്താ പറയുന്നത് വെച്ചാല് നിങ്ങൾക്ക് തന്ന പവർ സീരീസിന്റെ nth ടേം കൺസിഡർ ചെയ്യുക. അതായത് an നിങ്ങൾ എടുക്കുക. എന്നിട്ട് എന്ത് കാണുക? an+1 കാണാം. നമ്മൾ ഡി-അലംബസ് റേഷ്യോ ടെസ്റ്റ് ചെയ്തിരുന്നില്ലേ? അതേപോലെ തന്നെയാണ് an+1 കാണാം. ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an+1/an = L. 1 അല്ല കേട്ടോ, L ആണ്. L exist. ലെറ്റ് R R എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. റേഡിയസ് ഓഫ് കൺവേർജന്റ് R എന്ന് പറയുന്നത് 1/L ആണ്. നിങ്ങൾക്ക് ഈ ഇതിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് L ആയിരിക്കും. ആ റിസൾട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക? R = 1/L. ഇഫ് R = 1. ഇഫ് L 0 ആണെങ്കിൽ, അപ്പൊ ഇവിടെ L 0 ആണെങ്കിൽ R എന്തൊക്കെ വരിക? 1/0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇഫ് L = ഇൻഫിനിറ്റി ആണെങ്കിൽ R = എന്തായിരിക്കും വരിക? 0. കാരണം L ഇൻഫിനിറ്റി അറിയുമ്പോൾ R എന്താ വരിക? 1/∞ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണെങ്കിൽ mod x <r R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ്. ഇഫ് mod x <r the power series converges absolutely. mod x <r ലൊക്കെ ആ പവർ സീരീസ് കൺവേർജസ് ആയിരിക്കും. അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടായിരിക്കും. ഇനി mod x <r ലൊക്കെ ആ പവർ സീരീസ് എന്തായിരിക്കും? ഡൈവേർജസ് ആയിരിക്കും. ഇനി x = ഒന്നെങ്കിൽ r ആവുക അല്ലെങ്കിൽ -r ആവുക. ആ mod x എന്ന് പറയുന്നത് mod x = r എന്ന് പറഞ്ഞാല് -x വരാം, -x വരാം, x വരാം. അപ്പൊ x-ന്റെ വാല്യൂ ഒന്നെങ്കിൽ r ആവുക അല്ലെങ്കിൽ -r ആവുക. ഇത് രണ്ട് കേസിലും ചിലപ്പോൾ കൺവേർജന്റ് ആവാം, ചിലപ്പോൾ ഡൈവേർജന്റ് ആവാം. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇതിൽ ഇത് കൺവേർജന്റ് ആണ് അല്ലെങ്കിൽ ഇതിൽ ഇത് ഡൈവേർജന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൺവേർജന്റ് ആവാം, ചിലപ്പോൾ അതാണ് എക്സ് സീരീസ് കുഡ് കൺവേർജസ് ഓർ ഡൈവേർജസ്. ഇനി അതിലറിയേണ്ട കുറച്ച് കാര്യങ്ങളുള്ളത്. ഫസ്റ്റ് വൺ ആണ് റേഡിയസ് ഓഫ്. ഈ ഡെഫിനിഷൻസിൽ റേഡിയസ് ഓഫ് കൺവേർജൻസിന്റെ ഡെഫിനേഷൻ അറിയായിരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാം, റേഡിയസ് ഓഫ് കൺവേർജന്റ് R നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫിനിറ്റി ആണെങ്കിൽ ആ തന്ന പവർ സീരീസ് എല്ലായിടത്തും കൺവേർജന്റ് ആയിരിക്കും. മനസ്സിലാക്കുക, R ഇൻഫിനിറ്റി ആണ് കിട്ടണമെങ്കിൽ ആ പവർ സീരീസ് എല്ലായിടത്തും എന്തായിരിക്കും? കൺവേർജസ് ആയിരിക്കും. ഇനി R നിങ്ങൾക്ക് കിട്ടുന്നത് 0 ആണെന്ന് വിചാരിക്കാം. 0 കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എവിടെ മാത്രമേ കൺവേർജന്റ് ആവുള്ളൂ? അതായത് ആ 0-ൽ മാത്രമേ കൺവേർജന്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളടത്തൊക്കെ അതെന്തായിരിക്കും വരിക? ഡൈവേർജസ് ആയിരിക്കും വരിക. പവർ സീരീസ് കൺവേർജസ് ഓൺലി ഇറ്റ്സ് സെന്റർ ആൻഡ് ഡൈവേർജസ് എൽസ്വെയർ. ഇറ്റ്സ് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അതായത് 0 റേഡിയസ് ഓഫ് കൺവേർജൻസ് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇപ്പൊ x = നിങ്ങൾക്ക് R 0 കിട്ടിക്കഴിഞ്ഞാൽ mod x > R-ലൊക്കെ അതെന്തായിരിക്കും വരിക? ഡൈവേർജന്റ് ആയിരിക്കും. അവിടെ
അവിടെ മോഡ് എക്സ് ലെസ് ദാൻ ആർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ എക്സ് ഈക്വൽ ടു ആറില്, അതായത് എക്സ് ഈക്വൽ ടു സീറോയില് ആ ഫംഗ്ഷൻ എന്തായിരിക്കും, അവിടെ എക്സ് ഈക്വൽ ടു സീറോയില് മാത്രം കൺവേർജന്റ് ആയിരിക്കും, ബാക്കി എല്ലായിടത്തും അതെന്തായിരിക്കും, ഡൈവേർജസ് ആയിരിക്കും. ഇൻഫിനിറ്റി ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അതെന്തായിരിക്കും, കൺവേർജന്റ് ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ടെസ്റ്റ് ആണ് റൂട്ട് ടെസ്റ്റ് ഫോർ പവർ സീരീസ്. ഓക്കെ, അതെന്താണ്, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് n ഓൾ റേസ് ടു 1/n ഈക്വൽ ടു റോ, അല്ലെങ്കിൽ പി നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം റോ. ഓക്കെ, ഇനി ആറ് വിളിക്കണമെങ്കിൽ എന്ത് വിളിക്കാം കേട്ടോ, എക്സിസ്റ്റ്. ദെൻ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് പറഞ്ഞാൽ 1/p. ഇനി പി വിളിക്കേണ്ടവർക്ക് പി വിളിക്കാം, റോ വിളിക്കേണ്ടവർക്ക് റോ വിളിക്കാം. ആർ എന്ന് പറഞ്ഞാൽ 1/p ആണ്. ഇപ്പൊ ഇത് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡ് n ഓൾവേസ് 1/n p ആണെങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താ വരിക, 1/p ആണ് വരിക. ഓക്കെ, ഇനി പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഈ 4 ക്വസ്റ്റ്യൻ കേട്ടോ, അതിലൊരു 3 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ചെയ്യാം, ഒരു ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ചെയ്യാം, അടുത്തതില് ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് ഡു ദ ഫോളോവിംഗ് പവർ സീരീസ് കൺവേർജൻസ്. എവിടെയാണ് ഈ പവർ സീരീസ് കൺവേർജൻസ് ആണ് ചെക്ക് ചെയ്യണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സമ്മേഷൻ, നിങ്ങൾക്ക് ഇതെടുക്കുമ്പോ ഈ പേന എഴുതില്ല. ഓക്കെ, സമ്മേഷൻ n is equal to 1 to infinity -1 all raised to n minus 1 into x raised to n by n. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാ, a n കാണാം. a എന്ന് പറഞ്ഞാൽ ഇതിന്റെ nth ടേം എന്താണ്, ദിസ് വൺ തന്നെ അല്ലെ, -1 all raised to n minus 1 x raised to n by n. ഇതിന്റെ മോഡ് n എന്താ, ഇതാണ് പോയി കിട്ടും. ബാക്കി എന്താ ഉണ്ടാവുക, എക്സ് റേസ് ടു n ബൈ, സോറി ഒറ്റ സെക്കൻഡ് കേട്ടോ, പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. ദിസ് വൺ വരെ ഓക്കെയാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിന്റെ പവേഴ്സിനെ എടുക്കരുത് കേട്ടോ, വെറും nth ടേം, അതായത് എക്സ് വരുന്ന ടേമിനെ എടുക്കരുത്. ബാക്കിയുള്ള അതിന്റെ കോഎഫിഷ്യന്റ് എക്സ് റേസ് ടു എന്നിന്റെ കോഎഫിഷ്യന്റുകളാണ് an ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ദാറ്റ് ഈസ് -1 എക്സ്. നിങ്ങളുടെ പവർ സീരീസ് ഇതാണ്. ഇതിന്റെ nth ടേം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എടുക്കരുത്. എക്സിന്റെ പവർ, എക്സിന്റെ ടേംസിനെ അവിടെ നിർത്തുക, ബാക്കിയുള്ളത് വരുന്നതാണ് അതിന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, nth ടേം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് -1 ഓൾ റേസ് ടു n minus 1 by n. ഓക്കെ, അപ്പൊ നമുക്ക് മോഡ് an എന്താ വരിക, 1/n വരും. മോഡ് an 1/n വരും. അങ്ങനെയാണെങ്കിൽ an പ്ലസ് 1 എന്തേക്കരം വരിക, -1 ഓൾ റേസ് ടു n കണ്ണോട്ടൊക്കെ n+1 കൊടുക്കുക, -1 ഡിവൈഡഡ് ബൈ n+1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1ഉം 1ഉം ക്യാൻസൽ ചെയ്താൽ -1 ഓൾ റേസ് ടു n ബൈ n+1. ഓക്കെ, അപ്പൊ മോഡ് n+1 എന്താ വരിക, 1/n+1. ഓക്കെ, ഇനി നമ്മൾ റൂട്ട് ടെസ്റ്റ്, സോറി നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് ഏതായിരുന്നു, റേഷ്യോ ടെസ്റ്റ് അല്ലെ. റേഷ്യോ ടെസ്റ്റ് പ്രകാരം റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാം. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താ പറയുന്നത്, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് an+1/an. ഇതാണ് എന്തെന്ന് പറയുന്നത്, എല്. ഇതിന്റെ ആൻസർ എല് കിട്ടും. ഓക്കെ, ആ എല് കിട്ടിയതിന്റെ ആ റേഡിയസ് ഓഫ് കൺവേർജൻ എന്ന് പറഞ്ഞാൽ 1/l ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an+1 എന്ന് പറഞ്ഞാൽ 1/n+1 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ 1/n. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n റെസിപ്രോക്കൽ എടുത്ത് പോയാൽ n/n+1. ഇതിന് രണ്ടും നമുക്ക് n ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ്, കാണുന്നില്ലേ, ഓക്കെ, മേലെ കിടക്കാം. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n/n+1. ഇത് നമുക്ക് n ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്താ വരിക, ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, n ഔട്ട് സൈഡ് എടുത്ത് പെടുന്നു n എടുക്കാം, പെടുന്നു n എടുക്കാം. ഓക്കെ, ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്താലും മുകളില് 1 താഴെ 1 + 1/n വരും. ഇനി n ഇൻഫിനിറ്റിയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 1/1 + 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ l ഈക്വൽ ടു 1 കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റേഡിയസ് ഓഫ് കൺവേർജന്റ് എന്താ, 1/l ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ ബൈ, ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക, ദെൻ ബൈ റേഷ്യോ ടെസ്റ്റ്. റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമുക്ക് പറയാൻ പറ്റും മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവേർജസ് ആണ്, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജസ് ആണ്. ഇതാണ് റേഷ്യോ ടെസ്റ്റ് പറയുന്നത്. ഫസ്റ്റ് റേഷ്യോ ടെസ്റ്റ് ഞാൻ കാണിച്ചെന്നില്ല ഇപ്പോ,
എന്താണ് ആറ് കിട്ടിക്കഴിഞ്ഞാല് മോഡ് എക്സ് ലെസ് ദാൻ ആറിലൊക്കെ അതെന്താണ് കൺവേർജസ് ആണ്, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ആറിലൊക്കെ അതെന്താണ് ഡൈവേർജസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് നിഗമനം നൽകാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാതെ വിടരുത്. എന്താ കണ്ടീഷൻ എന്താണ്? അപ്പൊ മോഡ് എക്സ് ലെസ് ദാൻ 1 കിട്ടി, ഗ്രേറ്റർ ദാൻ 1 കിട്ടി. അതിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്തേനു? വെൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. അതായത് ഇപ്പൊ ഇവിടെ ആറിന്റെ സ്ഥാനത്ത് എന്താണ് 1 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആവുമ്പോൾ ഈ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് നമ്മുടെ സീരീസിൽ ഇട്ട് കൊടുക്കുക. എക്സ് ഈക്വൽ ടു 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സീരീസ് വരിക? നമ്മുടെ സീരീസ് എന്താണ്? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 ഓൾ റേസ് ടു n മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു n ബൈ n ആണ്. ഇനി എക്സിന്റെ അടുത്ത് സ്ഥാനത്ത് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 ഓൾ റേസ് ടു n മൈനസ് 1 ഇൻറ്റു 1 ബൈ n വരും അല്ലെ. 1 കൊടുത്താൽ 1 റേസ് n പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ n. അപ്പൊ ഈ സീരീസ് എന്തായിരിക്കും വരിക? ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. 1 ബൈ 1 ആദ്യം n 1 കൊടുക്കുമ്പോൾ മൈനസ് 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 വരും. ദാറ്റ് ഈസ് മൈനസ് 1 റേസ് ടു 0. അപ്പൊ പോസിറ്റീവ് ആവും. 1 അടുത്ത ടേം മൈനസ് ആവും അല്ലെ. മൈനസ് 1 ബൈ 2 അടുത്ത ടേം പ്ലസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4 പ്ലസ് എക്സെട്ര. ഓക്കെ, ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്ന സീരീസ് ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ കൺവേർജൻസി ചെക്ക് ചെയ്യാൻ നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസിലേക്ക് പോകണം. ആൾട്ടർനേറ്റീവ് സീരീസിലെ 3 കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും വന്നുകൊണ്ടിരിക്കണം. ശരിയല്ലേ? ഓക്കെ, പ്ലസും മൈനസും ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? അതിന്റെ ആൾട്ടർനേറ്റീവ് സീരീസിന്റെ നെക്സ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആയിരിക്കണം. ശരിയല്ലേ? നോക്കിക്കേ, മോഡുലസ് ഓഫ് എ എൻ ഗ്രേറ്റർ ദാൻ മോഡുലസ് ഓഫ് എ എൻ പ്ലസ് 1 ആവണം. അതായത് ഇപ്പൊ nth ടേം തന്നെ നോക്കിയാൽ മതി. nth ടേം 1 ബൈ n ഗ്രേറ്റർ ദാൻ 1 ബൈ n പ്ലസ് 1. ശരിയല്ലേ മക്കളെ? അപ്പൊ ഇത് ഡിക്രീസിങ് സീക്വൻസും ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇതിന്റെ nth ടേമിനെ ഇൻഫിനിറ്റിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ 0 കിട്ടണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിന്റെ nth ടേം എന്താ വരിക? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. അങ്ങനെയാണെങ്കിൽ nth ടേം എന്ന് പറഞ്ഞാല് മൈനസ് 1 ഓൾ റേസ് ടു അല്ലെ. nth ടേം നമുക്ക് പ്രത്യേകിച്ച് അതിന്റെ nth ടേം എന്ന് പറയുന്നത് എന്താണ് വരുന്നത് അല്ലെ? നെഗറ്റീവിന്റെ സൈൻ അവിടെ ഉണ്ടാവും. ഓക്കെ, മോഡ് നമുക്ക് അതിനെ കളഞ്ഞാൽ മതി. മൈനസ് 1 ഓൾ റേസ് ടു n അല്ലെങ്കിൽ n പ്ലസ് 1 ഏതും കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കാം. ഫസ്റ്റത്തെ കണ്ടീഷനിൽ മൈനസ് 1 ഓൾ റേസ് ടു n കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുണ്ടോ നോക്കാം. 1 ബൈ n n മൈനസ് 1 ആണ് തന്നിട്ടുള്ളത് അല്ലെ. n മൈനസ് 1 ഇൻറ്റു 1 ബൈ n. ഇതാണ് nth ടേം. nth ടേമിനെ 0ലേക്ക് വിടുക. 0ലേക്ക് വിടുക പറഞ്ഞാൽ 1 ബൈ n ടെൻസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ അല്ലെ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ n. n ഇൻഫിനിറ്റിക്ക് വിട്ട് കഴിഞ്ഞാല് 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0 ആണ് വരിക അല്ലെ. അപ്പൊ 3 കണ്ടീഷനും ആൾട്ടർനേറ്റീവ് സീരീസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ 3 കണ്ടീഷനും ആൾട്ടർനേറ്റീവ് സീരീസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സീരീസ് എന്താന്ന് പറയാം? കൺവേർജന്റ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടി എക്സ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴും ഇതെന്താന്ന് കിട്ടി? കൺവേർജൻസ് ഉണ്ട്. മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവേർജന്റ് ആണ്. എക്സ് ഈക്വൽ ടു 1 കൺവേർജന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് എന്ത് പറയാൻ പറ്റും? എക്സ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോ നമുക്ക് എക്സ് ഈക്വൽ ടു 1 കൺവേർജൻസ് കിട്ടി. ഇനി ഏതിൽ ചെക്ക് ചെയ്യണം? എക്സ് ഈക്വൽ ടു മൈനസ് 1 ഇതിന് കൺവേർജൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എക്സ് ഈക്വൽ ടു മൈനസ് 1, എക്സിന്റെ സ്ഥാനത്ത് മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ ആ സീരീസ് എന്തായിട്ട് മാറും? n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി മൈനസ് 1 ഓൾ റേസ് ടു n മൈനസ് 1 മൈനസ് 1 ഓൾ റേസ് ടു എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു n അല്ലേ. അപ്പൊ മൈനസ് 1 ഓൾ റേസ് ടു n ഡിവൈഡഡ് ബൈ n എന്ന് വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? മൈനസ് 1. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ മൈനസ് 1 മൈനസ് 1 ബൈ 2 മൈനസ് 1 ബൈ 3 മൈനസ് 1 ബൈ 4 എക്സെട്ര. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 4 പ്ലസ് എക്സെട്ര. ഓക്കെ, 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് ഇതെന്ത് സീരീസ് ആണ്? ഹാർമോണിക് സീരീസ് ആണ്. ഹാർമോണിക് സീരീസിന്റെ മുന്നിൽ നെഗറ്റീവ് ഇട്ടതാണ്. നമുക്കറിയാം ഹാർമോണിക് സീരീസ് എന്താണെന്നറിയാം? ഡൈവേർജസ് ആണെന്നറിയാം. നമ്മൾ പ്രൂവ് ചെയ്തതാണ് ഹാർമോണിക് സീരീസ് ഈസ് ഡൈവേർജന്റ്. അപ്പൊ ഇത് ഹാർമോണിക് നെഗറ്റീവ് ഓഫ് ഹാർമോണിക് സീരീസ് ആണ്. ഹാർമോണിക് സീരീസ് ഡൈവേർജൻസ് ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു മൈനസ് 1 ഇട്ട് കൊടുക്കുമ്പോൾ ഈ സീരീസ് എന്താണ്? ഡൈവേർജസ് ആണ്. അതുകൊണ്ട് ഇവിടെ കൺവേർജസ്, ഈ സീരീസ് എപ്പോഴാണ് കൺവേർജ് ആവുക? ശരിക്കും എക്സിന്റെ വാല്യൂ മോഡ് എക്സ് ലെസ് ദാൻ 1 ഇത് കൺവേർജൻസ് എന്നല്ലേ. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1
ഓക്കെ, -1ന്റെയും 1ന്റെയും ഇടയില്. അതിൽ തന്നെ ഇപ്പൊ ഇവിടെ -1 കൊടുക്കുമ്പോൾ അതെന്താണ് മോഡ് എക്സ് ലെസ് എന്ന് പറഞ്ഞാൽ ശരിക്കും -1ഉം 1ഉം ഇൻക്ലൂഡഡ് ആണ്. ഇനി അതിൽ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളിപ്പോ ഇത് ചെയ്തത്. -1ന്റെ കേസിൽ ഇപ്പൊ കൊടുത്തപ്പോ ഇതെന്താണ് നെഗറ്റീവ് ഓഫ് ഹാർമോണിക് ആണ്, അതുകൊണ്ട് ഇത് ഡൈവേർജസ് ആണ്. അപ്പൊ -1 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എക്സ് ലെസ് ദാൻ 1 എക്സ് ഈക്വൽ ടു 1 കൺവേർജന്റ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് കൺവേർജന്റ് ആണ്. -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈ സീരീസ് എന്താന്ന് പറയാൻ പറ്റും, കൺവേർജസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. ശരിയല്ലേ? -1നെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ മോഡ് എക്സ്, ഇതിങ്ങനെ ഞാൻ എന്താ ടീച്ചർ -1 1 കൊടുത്തിരിക്കണേ നോക്കണ്ട. നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്താ, മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവേർജന്റ്. ഈ മോഡ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇൻ ബിറ്റ്വീൻ -1ന്റെയും 1 മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, എക്സിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ -1ന്റെയും 1ന്റെയും -1ന്റെയും ഇടയിലാണ്. അപ്പൊ ഈ -1ഉം 1ഉം ഇൻക്ലൂഡഡ് ആവാണ്ടിരിക്കാം. അതിലാണ് -1 ഇൻക്ലൂഡഡ് അല്ല, 1 എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിന്റെ കൺവേർജൻസി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു n ഡിവൈഡഡ് ബൈ 2 റേസ് ടു n പ്ലസ് 4 റേസ് ടു n. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ an കാണുക, റേഷ്യോ ടെസ്റ്റ് പ്രകാരം ചെയ്യാണ്. a എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ബൈ 2 റേസ് ടു n പ്ലസ് 4 റേസ് ടു n. അപ്പൊ n പ്ലസ് 1 എന്തായിരിക്കും, പ്ലസ് 4 റേസ് ടു n പ്ലസ് 1. നമ്മുടെ റേഷ്യോ ടെസ്റ്റ് പ്രകാരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് 1 ബൈ an മോഡുലസ് ദാറ്റ് ഈസ് ഈക്വൽ ടു an പ്ലസ് 1 എന്ന് പറഞ്ഞാല് 1 ബൈ 2 റേസ് ടു n പ്ലസ് 1 പ്ലസ് 4 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ 1 ബൈ 2 റേസ് ടു n പ്ലസ് 4 റേസ് ടു n ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഉണ്ട് കേട്ടോ, മോഡുലസും ഉണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ്, ഈ സാധനം മേലക്ക് കയറും. ശരിയല്ലേ? 2 റേസ് ടു n പ്ലസ് 4 റേസ് ടു n ബൈ 2 റേസ് ടു n പ്ലസ് 1 പ്ലസ് 4 റേസ് ടു n പ്ലസ് 1. ഇനി ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കാം മീൻസ് അതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ 2 റേസ് ടു n ഉണ്ട്, ഇവിടെ 4 റേസ് ടു n ഉണ്ട്. എല്ലാത്തൊന്നും 4 റേസ് ടു n ഔട്ട് സൈഡ് എടുക്കാം. ടോട്ടൽ ടേം എന്ന് 4 റേസ് ടു n ഔട്ട് സൈഡ് എടുത്താൽ 2 റേസ് ടു n 4 റേസ് ടു n ഇല്ല. അപ്പൊ 2 റേസ് ടു n ബൈ 4 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ, ഇവിടെ ഈ 2 റേസ് ടു n പ്ലസ് 1 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2 ഇൻറ്റു നോക്കിക്കോ, 2 റേസ് ടു n പ്ലസ് 1 2 റേസ് ടു n ഇൻറ്റു 2 റേസ് ടു 1 എഴുതാം. കാരണം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു n ആണ്, റേസ് ടു m പ്ലസ് n ആണ്. അപ്പൊ ഇവിടുന്നും അതേപോലെ 4 റേസ് ടു, അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ എന്ത് ഔട്ട് സൈഡ് എടുക്കുക, ഫസ്റ്റ് 4 റേസ് ടു n ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 റേസ് ടു n പ്ലസ് 1 4 ഇൻറ്റു 4 റേസ് ടു n എന്ന് എഴുതാം. ഇതിനെ എഴുതിയ പോലെ തന്നെ 4 ഇൻറ്റു 4 റേസ് ടു n. ഇനി 4 റേസ് ടു n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, 2 ഇൻറ്റു 2 റേസ് ടു n ബൈ 4 റേസ് ടു n പ്ലസ് ഒരു 4 റേസ് ടു n ഔട്ട് സൈഡ് എടുത്തു, ബാക്കി ആരാ ഉള്ളത്, ഒരു 4 ഉണ്ട്. ശരിയല്ലേ? ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിനെ എനിക്ക് 2/4 എന്ന് പറഞ്ഞ സാധനം എന്താണ്, 1/2 അല്ലേ? അപ്പൊ 1/2 റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇത് 2 റേസ് ടു n ബൈ 4 റേസ് ടു n എന്നാല് 1/2 റേസ് ടു n പ്ലസ് 4. ഓക്കെ, ഇനി എന്നെ കാണുന്നിടത്തൊക്കെ ഇൻഫിനിറ്റിക്ക് വിടുക. ഇത് എന്നിന് ഇൻഫിനിറ്റിക്ക് വിട്ട് കഴിഞ്ഞാല് എന്നെ 1 കൊടുക്കുമ്പോ 1/2, എന്നെ 2 കൊടുക്കുമ്പോ 1/3, എന്നെ 3 കൊടുക്കുമ്പോ അങ്ങനെ എന്നെ ഇൻഫിനിറ്റിക്ക് പോണതിനനുസരിച്ച് ഈ സാധനം എങ്ങോട്ടാ പോവാ, സീറോയിലേക്ക് അടുത്താ വരിക. കാരണം 1/2നെക്കാട്ടും താഴെ 1/3, 1/3നെക്കാട്ടും താഴെ 1/4, 1/5, 1/6 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഈ സാധനം എങ്ങോട്ടേക്കാണ് പോവുക, സീറോയിലേക്ക് പോകും. ശരിയല്ലേ? സീറോന്റെ അടുത്ത് വരും. അപ്പൊ അത് സീറോയിലേക്ക് പോകും. ഇവിടെ 1 മാത്രം ഉണ്ടാവും. ഇനി അതേപോലെ 1/2 റേസ് ടു n ഇവിടെയും അതേപോലെ തന്നെ എങ്ങോട്ടേക്ക് പോകും, സീറോയിലേക്ക് പോകും. പിന്നെ ഇവിടെ ആരാ ഉള്ളത്, ഒരു 1/4 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുക 1/4 ആണ്. ആ 1/4നെ L എന്ന് കൊടുക്കുക. L എന്നല്ല നമ്മൾ വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ L is equal to നമുക്ക് ഇവിടെ എന്താന്ന് കിട്ടി, L is equal to
1/4. അപ്പൊ നമ്മുടെ R റേഡിയസ് ഓഫ് കൺവേർജന്റ് എന്താ വരിക? 1/L. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ 4 ആണ് ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് കൺവേർജൻസ് എഴുതാം. ബൈ റേഷ്യോ ടെസ്റ്റ് ദ സീരീസ് ഈസ് കൺവേർജസ് മോഡ് എക്സ് ലെസ് ദാൻ 4 കൺവേർജന്റ് ആണ്. കാരണം മോഡ് എക്സ് ലെസ് ദാൻ ആറിൽ കൺവേർജന്റ് എന്നാണ് അതിന്റെ കണ്ടീഷൻ പറയുന്നത്. അപ്പൊ മോഡ് എക്സ് ലെസ് ദാൻ 6 ഈക്വൽ ടു കിട്ടിയത് 4 ആണ്. ഇതിൽ കൺവേർജസ്, അതുപോലെ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 4 ഡൈവേർജസ്. ഇനി നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട എക്സ് ഇൻ ബിറ്റ്വീൻ -4D 4D അടിയിലാണ്. അപ്പൊ ഇതിൽ 4 ഇൻക്ലൂഡഡ് ആണോ -4 ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, വെൻ എക്സ് ഈക്വൽ ടു 4 ആകുമ്പോൾ ആ സീരീസ് എന്താവും, n ഈക്വൽ ടു 1 to infinity x റേസ് ടു n ബൈ എന്നല്ലേ. എക്സ് 4 കൊടുത്താൽ 4 റേസ് ടു n ബൈ 2 റേസ് ടു n പ്ലസ് 4 റേസ് ടു n. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 2 റേസ് ടു n ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 റേസ് ടു n. ഓക്കെ, ഇതെങ്ങനെ കിട്ടിയെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കാം. ഫസ്റ്റിന് n 4 കൊടുക്കുമ്പോ എന്താ വരിക, 4 കൊടുക്കുമ്പോ 4 ഇനി 2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 4/6 പ്ലസ് അടുത്ത എന്താ വരിക, 16 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് എക്സെട്ര. ഇതേ ജസ്റ്റ് നോക്കിക്കേ, ആ ഒരു ടേം കൂടെ എഴുതിക്കോ. 4 ക്യൂബ് എന്ന് പറയുന്നത് 64 അല്ലേ. 64 ഡിവൈഡഡ് ബൈ നോക്കി നോക്കുക. അപ്പൊ 4/6 എന്ന് പറഞ്ഞാൽ എന്താണ്, 2/3 പ്ലസ് 16/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 4/5 ആണ് വരിക. ദാറ്റ് ഈസ് 2 സ്ക്വയർ ബൈ 5 പ്ലസ് എക്സെട്ര. അപ്പൊ ഇതാണ് ഞാൻ മുകളിൽ എഴുതിയ 2 റേസ് ടു n. ശരിയല്ലേ, 2 സ്ക്വയർ 2 ക്യൂബ്. ഇനി ഇപ്പുറത്ത് എന്താ വരിക, 1 പ്ലസ് 2 റേസ് ടു n. 3 അല്ലേ കിട്ടുക. 1 ഓൾറെഡി ഉണ്ട്, 2 റേസ് ടു n ആയി കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ചെയ്യുമ്പോൾ 2 n 1 കൊടുക്കുമ്പോൾ 2, അപ്പൊ 1 പ്ലസ് 2 3. സെക്കൻഡ് 2 സ്ക്വയർ കൊടുക്കുമ്പോൾ 5, അടുത്ത 2 ക്യൂബ് കൊടുക്കുമ്പോൾ 7. ഓക്കെ, അങ്ങനെ വന്നിട്ട് നമുക്കത് കമ്പൈൻ ചെയ്ത് പോകും. 3 5, അടുത്ത എന്തായാലും 1 പ്ലസ് 2 സ്ക്വയർ 4 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 5 വരും. അടുത്ത തന്നെ 2 ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വരും, എക്സെട്ര. ഓക്കെ, അപ്പൊ നമുക്കിതിനെ ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ എഴുതിയത് കേട്ടോ. n ഈക്വൽ ടു 1 to infinity 2 റേസ് ടു n ബൈ 1 പ്ലസ് 2 റേസ് ടു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് തന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ nth ടേം എടുത്ത് നോക്കാം. നമ്മള് nth ടേം സീരീസ് എങ്ങോട്ടാണ് പോണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ nth ടേം എന്താ വരുന്നത് ഇവിടെ, n എന്താ വരുന്നത്, 2 റേസ് ടു n ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 റേസ് ടു n. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എല്ലാത്തൊന്നും ലിമിറ്റ്. ഇനി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എല്ലാത്തും 2 റേസ് ടു n ക്യാൻസൽ ചെയ്ത 1/2 ഓൾ റേസ് ടു n പ്ലസ് 1. ഓക്കെ, ഇനി n നെ ഇൻഫിനിറ്റിയിലേക്ക് വിടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്, ഈ nth ടേം നമ്മൾ ഈ സീരീസിനെ നമ്മൾ ടേംസ് കണ്ടതിന് ശേഷം nth ടേം ഓഫ് ദ എബവ് സീരീസ് ഡസ് നോട്ട് ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ നമുക്ക് nth ടേം ടെസ്റ്റ് പ്രകാരം ഇതിന് എന്താന്ന് പറയാൻ പറ്റും, ഇറ്റ് ഫോളോസ് ദ എബവ് സീരീസ് ഈസ് ഡൈവേർജസ് ആണെന്ന് പറയാൻ പറ്റും. nth ടേം ടെസ്റ്റ് പ്രകാരം നമുക്ക് ഈ സീരീസ് എന്താന്ന് പറയാൻ പറ്റും, ഡൈവേർജസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ഇതിന്റെ nth ടേമിനെ നമ്മളെ ഒരു സീരീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു സീരീസ് തന്ന് കൺവേർജൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് വേഗം അതിന്റെ nth ടേം ചെയ്യാം. nth ടേം 0 കിട്ടുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റൂല. nth ടേം 0 അല്ല കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താന്ന് പറയാൻ പറ്റും, ആ സീരീസ് ഡൈവേർജസ് ആണെന്ന് പറയാൻ പറ്റും. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നത് നിങ്ങൾ സീരീസിന്റെ കൺവേർജൻസി പറഞ്ഞപ്പോ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സീരീസ് കിട്ടിയപ്പോ ഞാൻ അതിന്റെ nth ടേമിനെ ചെക്ക് ചെയ്തു. nth ടേമിനെ ഇൻഫിനിറ്റിയിലേക്ക് വിട്ടപ്പോ നമുക്ക് കിട്ടുന്നത് 1 ആണ്. അപ്പൊ ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിന്റെ nth ടേം എന്തായാലും എങ്ങോട്ടേക്ക് പോയിരിക്കണം, 0ലേക്ക് പോയിരിക്കണം. അത് 0ലേക്ക് പോകുന്നില്ല എങ്കിൽ അവിടെയാണ് നമ്മൾ ഇതിന്റെ യൂസേജ് കിടക്കുന്നത്, ആ തിയറത്തിന്റെ. അതായത് അത് 0ലേക്ക് പോണില്ലെങ്കിൽ തന്ന സീരീസ് എന്താന്ന് പറയാൻ പറ്റും, ഡൈവേർജസ് ആണെന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബൈ nth ടേം ടെസ്റ്റ് ദ സീരീസ് ഈസ് ഡൈവേർജസ്. ഇത് ഡൈവേർജസ് ആയതുകൊണ്ട് x ഈക്വൽ ടു 4 എന്നുള്ളതിൽ ഈ സീരീസ് എന്തല്ല, കൺവേർജസ് അല്ല. അപ്പൊ x ഈക്വൽ ടു 4 നമ്മൾ ഇവിടെ ലെസ് താൻ തന്നെ ഇട്ടാൽ മതി, ലെസ് താൻ ഓർ ഈക്വൽ ടു ഇല്ല. ഇനി -4 ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.
എക്സ് ഈക്വൽ ടു -4. എക്സ് ഈക്വൽ ടു -4 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity -4 all raised to n divided by 2 raised to n plus 4 raised to n. That is equal to, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? n ഈക്വൽ ടു 1. മറ്റേ പോലെ തന്നെ -1 all raised to n നെ പുറത്തെടുക്കാം. പിന്നെ ഉള്ളത് 2 raised to n divided by 1 plus 2 raised to n. സിമിലർ വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അതേപോലെ തന്നെ ചെയ്യാം. That is equal to 2 raised to n by 1 plus 2 raised to n. ഓക്കെ, ഇനി അതിനെ nth ടേം നമ്മൾ മുന്നേ ചെയ്തില്ലേ, മുന്നത്തെ ഇതിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ എന്ത് ചെയ്യാം? 2 raised to n ഔട്ട് സൈഡ് എടുക്കാം, nth ടേം എടുക്കാം, an എടുക്കാം. nth ടേം a എന്ന് പറഞ്ഞാൽ -1 all raised to n divided by 1 by 2 raised to n plus 1. ഇത് എങ്ങനെ കിട്ടിയാൽ നോക്കണ്ട. ഈ 1 by 2 raised to n plus 1 എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയ സാധനം തന്നെ അല്ലേ മക്കളെ? അതിന്റെ കൂടെ ആരുണ്ട് എന്നുള്ളൊരു -1 all raised to n ഉണ്ട് എന്നല്ലേ ഉള്ളൂ. ഇനി ലിമിറ്റ് n tends to infinity an ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 0 എന്ന് പറഞ്ഞാൽ 1ലേക്കാണ് പോകുന്നത് അല്ലെ? ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് എവിടേക്ക് കൺവേർജ് ചെയ്യണില്ല, നോട്ട് ഈക്വൽ ടു 0. 0ലേക്ക് കൺവേർജ് ചെയ്യാത്തത് കൊണ്ട് ഈ സീരീസ് എന്താന്ന് പറയാൻ പറ്റും? ഡൈവേർജസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ഈ സീരീസ് ടോട്ടൽ ഡൈവേർജ് അല്ല, എക്സ് ഈക്വൽ ടു -4 എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ സീരീസ് എന്താന്ന് പറയാൻ പറ്റും? ഡൈവേർജസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൂട്ടാല്ല വകുപ്പില്ല, -4നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സീരീസ് കൺവേർജ് ചെയ്യണ പോർഷൻ എന്ന് പറഞ്ഞാൽ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4ലാണ് ഈ സീരീസ് എന്താവുന്നത്? കൺവേർജസി വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity n factorial into x raised to n. n factorial into x raised to n. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? an എടുക്കുക. an എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ. ഈ എക്സിനെ കൂട്ടിട്ടോ. ഇനി an plus 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? n plus 1 ഫാക്ടോറിയൽ. ഇനി ലിമിറ്റ് റേഷ്യോ ടെസ്റ്റ് ചെയ്യുക. ലിമിറ്റ് n tends to infinity an plus 1 by an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n plus 1 എന്ന് പറഞ്ഞാൽ n plus 1 factorial divided by n factorial. Limit n tends to infinity n plus 1 factorial n factorial ne n plus 1 factorial ne n factorial into n plus 1 എഴുതാം, divided by n factorial. cancel ചെയ്ത് കഴിഞ്ഞാൽ limit n tends to infinity n plus 1. limit n tends to infinity n plus 1 കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യാ? എന്നിനെ ഇൻഫിനിറ്റിയിലേക്ക് വിടുക. എന്നിനെ ഇൻഫിനിറ്റിയിലേക്ക് വിടുമ്പോ എന്താ കിട്ടുക? ആൻസർ എന്താ വരിക? ഇൻഫിനിറ്റി വരും അല്ലെ? അപ്പൊ L ഈക്വൽ ടു എന്താന്ന് കിട്ടി? ഇൻഫിനിറ്റി എന്ന് കിട്ടി. അപ്പൊ R ഈക്വൽ ടു എന്തായിരിക്കും വരിക? 1/L ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/infinity ഈക്വൽ ടു 0 ആണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് തന്നിരുന്നു. എന്താണ്? ഒരു സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണെങ്കിൽ ആ സീരീസ് എവിടെ മാത്രം അതിന്റെ സെന്ററിൽ മാത്രമേ കൺവേർജസ് ആവുള്ളൂ, ബാക്കി എല്ലായിടത്തും അതെന്താണ്? ഡൈവേർജസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ ഗിവൺ സീരീസ് ഡൈവേർജസ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതായത് 0 എന്നുള്ള പോയിന്റിൽ മാത്രം അത് കൺവേർജസ് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലായിടത്തും അതെന്താന്ന് പറയാൻ പറ്റും? ഡൈവേർജസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതിലൊരു ക്വസ്റ്റ്യൻ അല്ലേ? n ഈക്വൽ ടു 1 to infinity 1/3 raised to n into n root n x raised to n. അത് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ഏതാ? ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ ഫോളോവിംഗ് പവർ സീരീസ്. ഓക്കെ, ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ ഫോളോവിംഗ് പവർ സീരീസ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് സെയിം ആണല്ലോ അല്ലെ? എന്നാ മറ്റേ ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം. 1/3 റൈസ് എന്ന ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്താൽ മതിയല്ലോ. മറ്റേ അതിന്റെ മുന്നത്തിൽ ആ ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം കേട്ടോ. എ എന്ന് പറയുന്നത് അവിടെ എന്താണ്? 1/3 raised to n into n root n ആണ്. ഓക്കെ, അപ്പൊ an plus 1 കാണണം. an plus 1 എന്ന് പറഞ്ഞാൽ 1/3 raised to n plus 1 n plus 1 root of n plus 1 വരും. That is limit n tends to infinity an plus 1 by an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an plus 1 by an. an എന്ന് പറഞ്ഞാൽ തിരിച്ചു വരും. That is 3 raised to n into n root n divided by 3 raised to n plus 1 into 3 raised to n plus 1 into n plus 1 into root n plus 1. ഓക്കെ, ഈ 3 raised to n ഉം 3 raised to n ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി ആരുണ്ടാവും? ഒരു 1/3 ഉണ്ടാവും. ഓക്കെ, 1/3
ലിമിറ്റ് n ടെൻസ് ടു 1/3 n ഇല്ലല്ലോ ഇൻഫിനിറ്റി. ഇനി ഇവിടെ n ഇൻറ്റു ഇപ്പൊ ഇവിടെ നോക്കിക്കേ n റൂട്ട് n ആണ്. n റൂട്ട് n നെ എനിക്ക് n ഇൻറ്റു n റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n ആണ്. a റേസ് ടു m പ്ലസ് n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n റേസ് ടു ഇവിടെ എന്ത് ചെയ്യാം 3/2 എഴുതാം. കാരണം 1 പ്ലസ് 1/2 അപ്പൊ എന്ത് തരാം 2 പ്ലസ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു n റേസ് ടു 3/2 എന്ന് എഴുതാം. അപ്പൊ n റൂട്ട് n പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് n റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ ഇവിടെ 3 ക്യാൻസൽ ചെയ്ത് പിന്നെ ഇവിടെ ഒരു n പ്ലസ് 1 അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം n പ്ലസ് 1 റൂട്ട് n പ്ലസ് 1 n പ്ലസ് 1 റേസ് ടു 3/2 എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം എല്ലാത്തൊന്നും n റേസ് ടു 3/2 ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ശരിയല്ലേ? അല്ലെ n റേസ് ടു 3/2 ടോട്ടൽ ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്താ സംഭവിക്കാം 1/3 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 3/2 മുകളിൽ നിന്ന് പോകുന്ന 1 ഇവിടുന്നും ഒരു n റേസ് ടു 3/2 എടുക്കാനുണ്ട്. അപ്പൊ 1 പ്ലസ് 1/n റേസ് ടു 3/2. ഇനി n ഇൻഫിനിറ്റിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് എന്താ വരിക ലിമിറ്റ് is equal to ഈ സാധനം എന്ത് വരും n ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ 0 ആവും. ദാറ്റ് ഈസ് 1 into 1/3 എന്ന് പറഞ്ഞാൽ 1/3. അപ്പൊ l ഈക്വൽ ടു 1/3 അപ്പൊ r ഈക്വൽ ടു എന്ത് വരും 1/1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പൊ പറയാൻ പറ്റും മോഡ് എക്സ് ലെസ് ദാൻ 3 സീരീസ് കൺവേർജസ് ആണ്, ഗ്രേറ്റർ ദാൻ 3 ഡൈവേർജസ് ആണ്. ഇനി ലെസ് ദാൻ 3 എന്ന് പറയുമ്പോൾ എന്ത് വരും -3 വരും +3 വരും. അതിൽ അത് കൺവേർജൻസ് ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ വെൻ x ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ നമ്മുടെ സീരീസ് എങ്ങനെയായിട്ട് മാറും സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3 റേസ് ടു n ഡിവൈഡഡ് ബൈ 3 റേസ് ടു n ഇൻറ്റു n റൂട്ട് n. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോലെ തന്നെ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 1 ബൈ n റൂട്ട് n എന്ത് എഴുതാൻ പറ്റും 3/2. ഈ 3/2 എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ് 1.5 ശരിയാണല്ലോ അല്ലെ. ഇതെന്താണ് പി സീരീസ് ആണ്. പി സീരീസ് എപ്പോഴാണ് കൺവേർജന്റ് ആവുക പി നല്ല വാല്യൂ ഗ്രേറ്റർ ദാൻ 1. 1.5 എന്ന് പറയുന്നത് 3/2 എന്ന് പറയുന്നത് 1നേക്കാൾ എബവ് അല്ലേ. അതുകൊണ്ട് പി സീരീസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സീരീസ് കൺവേർജന്റ് ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു 3ലും ഈ സീരീസ് എന്താണ് കൺവേർജൻസ് ആണ്. ഓക്കെ. ഇനി എക്സ് ഈക്വൽ ടു -3 എക്സ് ഈക്വൽ ടു -3 എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -3 റേസ് ടു n ഡിവൈഡഡ് ബൈ 3 റേസ് ടു n ഇൻറ്റു n റൂട്ട് n. ഓക്കെ. ഇനി ഇതിനെ അതേപോലെ തന്നെ എങ്ങനെ എഴുതാൻ പറ്റും -1 ഓൾ റേസ് ടു n സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 3 റേസ് ടു n ഡിവൈഡഡ് ബൈ 3 റേസ് ടു n ഇൻറ്റു n റൂട്ട് n. മറ്റേ പോലെ തന്നെ 3 റേസ് ടു n 3 റേസ് ടു n ക്യാൻസൽ ചെയ്തു. പിന്നെ ആരുള്ളത് -1 ഓൾ റേസ് ടു n ബൈ n റേസ് ടു 3/2 ആണ് അല്ലെ. ഇതെന്ത് സീരീസ് ആണ് ആൾട്ടർനേറ്റീവ് സീരീസ് ആണ്. ഇതെന്താണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്, ഡിക്രീസിംഗ് ആണ്, അബ്സല്യൂട്ട് വാല്യൂ ഡിക്രീസിംഗ് ആണ്. ഇനി nth ടേം 0ലേക്ക് പോകണ്ടോ നോക്കിക്കുക. ഇതിന്റെ nth ടേം എന്താ വരിക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n റേസ് ടു 3/2. ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 0ലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ ആൾട്ടർനേറ്റീവ് സീരീസ് എന്താന്ന് പറയാൻ പറ്റും കൺവേർജൻസ് ആണ്. അപ്പൊ ഇതിന്റെ കൺവേർജൻസി എവിടെയൊക്കെ ഉണ്ടാവുക -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് എഴുതാം. പ്രോബ്ലം ഡിസ്കസ് ദ കൺവേർജൻസ് ഓഫ് ദ ഫോളോയിങ് പവർ സീരീസ്.